blessing today. രാവിലെ 7 മണിക്ക് സൂര്യ ടി വിയിൽ വരുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. വളരെ നല്ല അനുഗ്രഹങ്ങളും വിടുതലും അതുവഴി ഉണ്ടായിട്ടുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുള്ള പ്രത്യേകിച്ച് നന്ദി പറയുമ്പോൾ തന്നെ ഇതിനു മുൻപുള്ള അനേകം എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ലോകം എമ്പാടുമുള്ള വ്യൂവേഴ്സ് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഷൊലാപൂരിൽ നിന്നുള്ള പത്മ ഐസക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ മേഴ്സിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനഡയിൽ നല്ല ഒരു ജോലി ലഭിക്കുവാനും PR വീസ ലഭിക്കുവാനുമായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. DMER എക്സാമിൽ നല്ല ഒരു റിസൾട്ട് കർത്താവ് കൊടുക്കണമേ. മേഴ്സിയെയും മേരിയെയും കർത്താവെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് ഏറ്റവും യോജിച്ച ജീവിത പങ്കാളികളെ നൽകണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക ബാധ്യതകളും അവരെ വിട്ട് മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ നിന്നുള്ള ജോർജിനും ഷേർലിക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അതുപോലെ കർത്താവെ, മക്കളുടെ ബർത്ത്ഡേ ഈ സെപ്റ്റംബർ 12-ാം തീയതിയാണല്ലോ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം ചേർത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കും. ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ ജന്മദിനം അനുഗ്രഹിക്കപ്പെടട്ടെ. ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നല്ല ഒരു ജോലി കർത്താവെ അങ്ങ് നൽകണമേ. മക്കൾക്ക് ആരോഗ്യം നൽകണമേ. നല്ല ഒരു ഫ്യൂച്ചർ കർത്താവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മുഴുവൻ കുടുംബവും കർത്താവ് സമാധാനം നിറഞ്ഞ് ആരോഗ്യത്താൽ മറ്റനുഗ്രഹങ്ങളാലും നിറഞ്ഞ് ജീവിക്കേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി and many happy returns of the day to children in advance. God bless you. ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. കൂത്താട്ടുകുളം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 13 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ടൗൺ ഹാൾ, കൂത്താട്ടുകുളം. സിസ്റ്റർ, ഈ സഹോദരിയുടെ പേര് സാവിത്രി ഷാജി എന്നാണ്. സാവിത്രി വടുതലിൽ നിന്നാണ് വരുന്നത്. ഈ സഹോദരി പറയുന്നത് പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ തുടർമാനമായിട്ട് വർഷത്തിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് സഹോദരിക്ക് തലകറക്കവും ഛർദിയും വരുമായിരുന്നു. പല ചികിത്സകൾ നടത്തി പിത്തസഞ്ചിയിൽ അല്ലെങ്കിൽ പിത്തരസം കൂടിയത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത്രയും നാളായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 2013 ജൂൺ മാസം ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സഹോദരി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമിയൻ ബ്രദർ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് സഹോദരി പറയുന്നു. ദീർഘനാളുകളായിട്ട് തലകർക്കവും ഛർദിയുമുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ യേശു സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സഹോദരി പറയുന്നത് 2013 ജൂൺ മാസം അത് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് മുതൽ ഇതിപ്പോൾ 2014 ഓഗസ്റ്റ് മാസമായി ഇന്ന് വരെ എനിക്ക് തലകർക്കമോ ഛർദിയോ ഉണ്ടായിട്ടിരുന്നില്ല. അങ്ങനെ ഒരു രോഗം വരുന്ന സമയത്ത് 2 ദിവസത്തിലധികമായിട്ട് ഞാൻ ബെഡ് റിഡനായി പോകും. പക്ഷേ എന്നാൽ എൻ്റെ കർത്താവ് പൂർണ്ണമായിട്ടും ആ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കി എന്ന് പറയും. ഏതാണ്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത് മാറിയിട്ട് ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? 49 വയസ്സുണ്ട്. 17 വയസ്സിൽ തുടങ്ങിയതാണ്. തലകറക്കവും 3 ദിവസം ഞാൻ ഒന്നും കഴിക്കാതെ കിടപ്പിലായിരിക്കുള്ളൂ.
മോളാണ് എല്ലാം ചെയ്തൊക്കെ തരണത്. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തലകറക്കവും ഛർദിയും പൂർണ്ണ ഏതാണ്ട് 30-ലധികം വർഷമായ തലകറക്കവും ഛർദിയാണ് കർത്താവ് എടുത്തു മാറ്റിയത്. കൈകളടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. I'm going to speak about the favor of the Lord today. ഇന്ന് ദൈവത്തിന്റെ പ്രീതിയെക്കുറിച്ച്, ദൈവികമായ അനുകൂലതയെക്കുറിച്ച് പറയാൻ പോവുകയാണ്. Everybody say the favor of the Lord. എല്ലാവരും ചേർന്ന് പറയാമോ? ദൈവത്തിന്റെ പ്രീതി. One more time please. ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ പ്രീതി. One more time please. ദൈവത്തിന്റെ പ്രീതി. Hallelujah. ഹല്ലേലൂയ. God is the source of all favor. ദൈവമാണ് സകലവിധ പ്രീതിയുടെയും മമതയുടെയും ഉറവിടമെന്നുള്ളത്. The opening verse is Psalm 84 and verse number 11. പ്രാരംഭ വാക്യം എന്നത് സങ്കീർത്തനങ്ങൾ 84-ന്റെ 11-ാമത്തെ വചനമാണ്. Let us read together. For the Lord God is a sun and shield. The Lord bestows favor and honor. No good thing does he withhold from those whose walk is blameless. യഹോവയായ ദൈവം സൂര്യനും പരിചയമാണ്. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. That's right. പരമാർത്ഥികൾക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കുകയില്ല. The Bible says the Lord bestows, or the Lord gives favor and honor. ബൈബിളിൽ പറയുന്നു ദൈവം കൃപയും മഹത്വവും നൽകുന്നു. God gives favor to those whom he loves. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ധാരാളമായി തന്റെ പ്രീതിയെ നൽകുന്നവനാണ്. And when we receive the favor of the Lord, നമ്മൾ ദൈവത്തിന്റെ പ്രീതി സ്വീകരിക്കുമ്പോൾ, and if only we receive the favor of the Lord, ദൈവത്തിന്റെ പ്രീതി ലഭിച്ചാൽ മാത്രമേ we will be going to success. നമ്മൾ അതിൽ മാത്രമേ വിജയത്തിലേക്ക് പോകൂ. We will going to enlargement and blessings. വിശാലതയിലേക്കും അനുഗ്രഹങ്ങളിലേക്കും അങ്ങനെ മാത്രമേ നമുക്ക് കടക്കുവാൻ കഴിയൂ. In other words, only if we have the favor of the Lord, our life will be going from one level to the next level. നമുക്ക് ദൈവത്തിന്റെ മമത, ദൈവത്തിന്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയുള്ളൂ. How many of you want exaltation in your life? നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ഉയർച്ച വേണം? If you want the exaltation in your life, the must thing, the compulsory thing, the necessary thing that you should have is the favor of the Lord. നിങ്ങൾക്കൊരു ഉയർച്ച വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ മമത, ദൈവത്തിന്റെ കൃപ, പ്രീതി. Some of you may be hearing the word favor, the favor of this phrase for the first time. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ദൈവത്തിന്റെ പ്രീതി എന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുകൂലത എന്നുള്ള ഒരു വചനം അല്ലെങ്കിൽ വാക്യം ആദ്യമായി കേൾക്കുന്നതായിരിക്കാം. When I was researching on this subject, I went through Oxford Dictionary. ഞാൻ ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പരിശോധിച്ചു. I collected a few synonyms for favor. ഞാൻ ഈ ഫേവർ എന്നുള്ള വാക്കിന് ചില മറ്റ് നാനാർത്ഥങ്ങൾ കൂടെ കണ്ടെത്തി. One is help. ഒന്ന് സഹായം. Everybody say help. എല്ലാവരും പറയൂ സഹായം. Another one is approval. രണ്ടാമത്തെ അർത്ഥം ഇതാണ് അംഗീകാരം. Another word I collected is
better treatment. മൂന്നാമത് ഞാൻ കണ്ടെത്തിയ ഒരു അർത്ഥം ഇതാണ്, മെച്ചപ്പെട്ട പെരുമാറ്റം. Hallelujah. Hallelujah. So you can take down these words നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ എഴുതുവാൻ കഴിയും, so that you will have a better understanding of this subject. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. Then after that I went to Strong's dictionary. അതിനുശേഷം ഞാൻ സ്ട്രോങ്സ് ഡിക്ഷണറി പരിശോധിച്ചു. In Strong's dictionary we get meanings for Hebrew words, the root words and Greek words, etc. ഈ ഫേവർ എന്നുള്ള വേർഡിന്റെ എബ്രായ പദവും ഗ്രീക്ക് പദവും എല്ലാം നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ കിട്ടും. These are the words I have collected. ഇപ്രകാരമുള്ള ചില അർത്ഥങ്ങളാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. One is pleasure. ഒന്ന് പ്രസാദം. Then delight. രണ്ടാമത്തേത് ആനന്ദം. Then goodwill. മൂന്ന് സന്മനസ്. Then acceptance. അംഗീകാരം. Then desire. ആഗ്രഹം. All these comes under the meaning of the word favor. ഫേവർ എന്നുള്ള ദൈവത്തിന്റെ പ്രീതി എന്നുള്ള വാക്കിന്റെ അർത്ഥമായിട്ട് ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളിക്കാം. So putting all these together, I want to give you the biblical implication of the phrase the favor of the Lord. ഇതിനെ എല്ലാം ചേർത്തുകൊണ്ട് വചനത്തിൽ പറയുന്ന ദൈവത്തിന്റെ പ്രീതി എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. You can write this down. ഇപ്രകാരം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. Divine help. ദൈവിക സഹായം. You have the favor of the Lord means you have the divine help from above. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രീതിയുണ്ട്, ദൈവത്തിന്റെ അനുകൂലതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ സഹായം എപ്പോഴും ഉണ്ടെന്നാണ്. I want to tell you in between that as you are listening to this message, I believe all the hearers, all the participants of today's worship service are going to get the favor of the Lord abundantly these days. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കർത്താവ് അവന്റെ പ്രസാദം അളവ് കൂടാതെ കർത്താവ് പകരാൻ പോവുകയാണ്. So in the biblical context, the favor of the Lord means divine help. ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സഹായമാണ്. In other words, the hand of the Lord is with you. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. In other words, you will get a preferential treatment. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു മുൻഗണന കിട്ടുന്നു. Amen. Amen. Priorities over others. മറ്റുള്ളവരെക്കാൾ മുൻഗണന കിട്ടുന്നു. Have advantages over others. മറ്റുള്ളവരെക്കാൾ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നു. In other words, God is pleased with you. അതിന്റെ അർത്ഥം ദൈവം നിങ്ങളിൽ ഒത്തിരി പ്രസാദിച്ചിരിക്കുന്നു. In other words, God is leaning towards you. മറ്റു ചില വാക്കിൽ പറഞ്ഞാൽ ദൈവം നിങ്ങളിലേക്ക് ചാരുകയാണ്. God is inclined towards you. ദൈവം നിങ്ങളിലേക്ക് പകരുകയാണ്. Hallelujah. Hallelujah. So that is the meaning of the favor of the Lord. അതാണ് ദൈവത്തിന്റെ പ്രസാദം, പ്രീതി എന്ന് പറഞ്ഞാൽ അർത്ഥം. Let us clap our hands and worship the Lord. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ ആരാധിച്ചാൽ. Hallelujah. Hallelujah. These days we are going to have a lot of favor from the Lord. ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ നിറച്ചുള്ള പ്രസാദവും അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. One more bigger shout of hallelujah in the house of the Lord. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് വലിയ ഒരു കൊഴുത്ത ഹല്ലേലൂയ പറഞ്ഞാലും. Now listen to me. എന്നെ ശ്രദ്ധിച്ചാലും. When you have the favor of the Lord, നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിക്കുമ്പോൾ promotions will be coming for you. നിങ്ങൾക്ക് വേണ്ടി ചില പ്രൊമോഷനുകൾ വരും. Doors will be open for you at the right time. കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടും. You will experience breakthrough after breakthrough after breakthrough in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് പുറകിൽ അടുത്ത വിടുതൽ, ആ വിടുതൽ കഴിയുമ്പോൾ അടുത്ത വിടുതലുകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. And when people look at you, നിങ്ങളെ ആളുകൾ നോക്കുമ്പോൾ you will be standing out. നിങ്ങൾ വ്യത്യസ്തരായി നിൽക്കുന്ന Because you have the favor of the Lord. കാരണം നിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദമുണ്ട്. Hallelujah. Hallelujah. Not only that, അത് മാത്രമല്ല you will be connected with the right people in the world. നിങ്ങൾ ഈ ലോകത്തിലെ കറക്റ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുക. Hallelujah. Hallelujah. I hope you have got an idea about the favor and the result
when you have the favor of the Lord. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രീതി എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായി, അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായി ഞാൻ വിശ്വസിക്കുന്നു. It is time for one more shout of hallelujah. ഒരു ഹല്ലേലൂയ കൂടി പറഞ്ഞ കർത്താവിനെ സ്തുതിക്കാനുള്ള സമയമാണ്. Hallelujah. Hallelujah. The Bible says വചനം പറയുന്നു, God has no favoritism. ദൈവത്തിന് മുഖപക്ഷമില്ല. Hallelujah. Hallelujah. Romans chapter 2 and verse number 11. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. For God does not show favoritism. ദൈവത്തിന് മുഖപക്ഷമില്ല. Hallelujah. Hallelujah. God does not exercise any favoritism. ദൈവം ഒരിക്കലും ഒരു മുഖപക്ഷവും കാണിക്കാത്തവനാണ്. But God has favorites. ദൈവത്തിന് ചില ഇഷ്ടപ്പെട്ട ആളുകളുമുണ്ട്. Hallelujah. Hallelujah. I believe you all sitting here, everyone are God's favorites. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. You are God's favorite children. നിങ്ങളാണ് ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ. Touch your neighbor and say you are God's favorite. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറയുക, നിങ്ങളാണ് ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. One more time please. നിങ്ങളാണ് ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. Hallelujah. Hallelujah. So I am speaking to God's favorite children. ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളോടാണ് സംസാരിക്കുന്നത്. The Bible calls us his beloved children. ദൈവത്തിന്റെ വചനം നമ്മളെ അവന്റെ പ്രിയ മക്കൾ എന്ന് വിളിക്കുന്നു. Hallelujah. Hallelujah. Let us thank the Lord with a clap offering. കരങ്ങളെ ചേർത്ത് അടിച്ച് ഈ നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. Hallelujah. Hallelujah. You are God's favorite. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. Everybody lift your right hand. എല്ലാവരും നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിക്കുക. Say this after me. എന്നോടൊപ്പം ഇത് പറയുക. I am God's favorite child. ഞാൻ ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ്. One more time. ഞാൻ ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ്. I am God's favorite child. ഞാൻ ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകനാണ്. Hallelujah. Hallelujah. Now, I'm going to take you through some Bible history, and I'm going to bring to you some Bible characters who received special favor from the Lord. ഞാൻ ചില ബൈബിൾ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ആ ബൈബിൾ ചരിത്രത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച ചില വ്യക്തികളെ, ചില വ്യക്തി ജീവിതങ്ങളെ ഞാൻ കാണിച്ചു തരാം. You may know all these characters. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അവരെ അറിയാമായിരിക്കാം. But in this context, when we study, we are going to focus on one single thing: how they received the favor of the Lord, what was the result of that, etc. നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങളെല്ലാം അറിയാമായിരിക്കും. എന്നാൽ ആ കഥാപാത്രങ്ങളിൽ ദൈവത്തിന്റെ പ്രീതി എന്ന കാര്യം നമ്മൾ സൂക്ഷിച്ചു പഠിക്കാൻ പോവുകയാണ്. അവർക്ക് അതിലൂടെ എന്ത് ലഭിച്ചു, എന്ത് മാറ്റം സംഭവിച്ചു എന്ന്. Character number 1. ഒന്നാമത്തെ കഥാപാത്രം Abel. ഹാബേൽ. Genesis chapter 4 and verse number 4. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വചനം. And Abel also brought an offering, fat portions from some of the firstborn of his flock. The Lord looked with favor on Abel and his offering. ഹാബേലും തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് മേധസ്സുള്ളവയെ കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അയാളുടെ വഴിപാടിലും സന്തുഷ്ടനായി. In my Bible, when I searched, this is the first verse where there is a reference to this idea of favor. എൻ്റെ ബൈബിളിൽ ഞാൻ പരിശോധിച്ചപ്പോൾ ഫേവർ എന്നുള്ള വാക്ക് ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് ഈ വചനത്തിലാണ്. It was in connection with Abel. ഇത് ഹാബേലിനോടുള്ള ബന്ധത്തിലാണ് ആദ്യമായി പ്രയോഗിച്ചിരിക്കുന്നത്. The Bible says the Lord looked with favor on Abel and his offering. ദൈവം ഹാബേലിനെയും അവൻ്റെ യാഗത്തെയും പ്രസാദത്തോടുകൂടി മമതയോടുകൂടി നോക്കി. What a wonderful thing. ഓ, എന്തൊരു മനോഹരമായ കാര്യം. These two brothers, ഈ രണ്ട് സഹോദരന്മാർ, the elder one Cain, മൂത്തയാൾ കയീൻ, the younger one Abel, ഇളയാൾ ഹാബേൽ, both of them brought offerings to the Lord. രണ്ടു പേരും ദൈവത്തിന് യാഗങ്ങൾ കൊണ്ടുവന്നു. And the Lord looked with favor upon Abel's offering. എന്നാൽ ദൈവം ഹാബേലിന്റെ യാഗത്തെ ദൈവപ്രസാദത്തോടുകൂടി നോക്കി. And Cain's sacrifice or the offering was rejected. എന്നാൽ കയീന്റെ
യാഗങ്ങൾ തള്ളപ്പെട്ടു. I'm not going deeper into this topic, ഈ ഒരു വിഷയത്തിൽ ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല. but I want to emphasize one thing. പക്ഷെ ഞാൻ ഒരു കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. Because of some reasons, God had his favor upon Abel and his offering. എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ദൈവത്തിന് ഹാബേലിലും അവന്റെ യാഗത്തിന്റെ മേലും പ്രത്യേകമായ ഒരു പ്രസാദമുണ്ടായി. And the rest is history. മറ്റു കാര്യങ്ങൾ ചരിത്രമാണ്. You can read it in the Bible. നിങ്ങൾക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. You know, the first murder and the consequences, the curse coming upon Cain and his generations, and lot of things. അതിനുശേഷം ആദ്യത്തെ ബൈബിളിലെ കൊലപാതകം നടക്കുന്നതും അതിനുശേഷം കയീൻ ശപിക്കപ്പെടുന്നതും എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി തുടർന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാം. ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. മയിൽ വാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. കൂത്താട്ടുകുളം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 13 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ടൗൺ ഹാൾ, കൂത്താട്ടുകുളം. ഇത് പ്രാർത്ഥന സമയമാണ്. ബൈബിൾ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ മുഖം ലജ്ജിച്ചു പോയില്ല. കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും ലജ്ജിച്ച് പോകാത്ത രീതിയിൽ, നിന്ദിക്കപ്പെടാത്ത രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. മാത്രമല്ല ബൈബിൾ പറയുന്നു, നമ്മുടെ വിചാരങ്ങളല്ല അവൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. വ്യത്യസ്തമാണ്. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആകാശം ഭൂമിയിൽ നിന്നും ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, വഴികൾ നമ്മുടേതിനേക്കാൾ വളരെ 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 ഉയരത്തിലാണ്. ആ ദൈവിക വഴികളിൽ നമുക്ക് വിശ്വസിക്കാം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ക്രീനിലേക്ക് 2 കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ, ഇപ്പോൾ ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ഹാർട്ടിൻ്റെ മിടിപ്പ് കൂടി പാൾപിറ്റേഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ഹാർട്ട് ബീറ്റായി അത് മാറട്ടെ. ചിലരിൽ അത് കുറഞ്ഞു പോയിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അത് നോർമലാകട്ടെ. ജന്മന ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുമായി ജനിച്ചിട്ടുള്ള ചില കുട്ടികൾ ഇത്രാമത്തെ വയസ്സിൽ അതിന് സർജറി വേണമെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ് ആരോഗ്യമുള്ളൊരു ഹൃദയം ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്ത് സൃഷ്ടിക്കുകയാണ്. സർജറി ആവശ്യം ഇല്ലാത്ത രീതിയിൽ ഹാർട്ട് ആരോഗ്യമുള്ളതായി മാറുന്നു. ഇൻ ജീസസ് നെയിം. ഇയർ ഇംബാലൻസ് യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മാറിപ്പോകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. അപസ്മാരം പൂർണ്ണമായി മാറിപ്പോകട്ടെ. മാനസിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അതുപോലെ ചില വ്യക്തികൾ ഡബിൾ മൈൻഡഡ്നെസ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇരുമനസ് കൊണ്ട് വല്ലാതെ സ്പ്ലിറ്റായി മാറുകയാണ്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫോക്കസ് ലൈഫിലുണ്ടാകട്ടെ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള വിൽ പവർ ഉണ്ടാകട്ടെ. വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണുന്ന ദൈവിക സമാധാനം ആ കുടുംബങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഇൻ ജീസസ് നെയിം. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ അന്വേഷണത്തിന് ഒരു വിരാമം ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. എല്ലാവിധ ക്യാൻസർ രോഗവും സൗഖ്യമാകട്ടെ. എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അൾസറുകൾ സൗഖ്യമാകട്ടെ. അസിഡിറ്റി സൗഖ്യമാകട്ടെ. പൈൽസ് രോഗം മാറിപ്പോകട്ടെ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെവിടെയാണെങ്കിലും കർത്താവ് അങ്ങ് സ്പർശിക്കണമേ. അത്ഭുതകരമായ കുട്ടികളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കരളിനെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകും. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും, പ്രശ്നങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി പ്രാർത്ഥിക്കുക. ഭവനങ്ങളില്ലാത്തവർക്ക് കർത്താവ് സ്വന്തം ഭവനങ്ങളെ കൊടുക്കണമേ. വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവാത്ഭുതം ചെയ്യണമേ.
ഏത് വിഷയമാണെങ്കിലും ഒരുപക്ഷെ കടബാധ്യത മൂലം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അത്ഭുതകരമായ വഴികൾ കർത്താവ് തുറന്നു കൊടുക്കണമേ. ഇത് ദൈവിക സമാധാനത്താൽ ഹൃദയങ്ങൾ നിറയ്ക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള വിവിധ പ്രസിദ്ധീകരണങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതിലൂടെ എല്ലാം നിങ്ങൾക്കത് കരസ്ഥമാക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന് പറയുക. അതിലൂടെയും കർത്താവ് ഒത്തിരി പേരെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ആരുടെ വാക്കുകളാണിത്? For my eyes have seen your salvation, which you have prepared in the sight of all people. Whose words are this? Options: A. Shimeon, B. Lucas, C. Pilatus, D. Yeshu. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC/D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.